അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളെ പരിചയപ്പെടാൻ പോവാം. ആദ്യം എന്താണ്? പരിചയപ്പെടലാണ്. പിന്നെ നമ്മൾ പരിശീലിക്കലാണ് അല്ലേ? പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോഴേ അടിസ്ഥാനപരമായിട്ട് 3 കാര്യങ്ങൾ നമ്മൾ വേണം. എന്താ വേണ്ടത്? ഇപ്പൊ തജ്വീദ് പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ വേണം. ഒന്നാമത് നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്നറിയോ? അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും ശരിയാക്കണം എന്ന് പറഞ്ഞേ. ശരിയാക്കണം. അതിന്റെ വേറെ രീതിയിൽ പറഞ്ഞാൽ മഖ്റജും സിഫത്തും അറിയണം. എന്താ പറയണം? അതാണ് മഖ്റജ് എന്ന് പറയുന്നതാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങൾ. സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിഫത്തുകൾ എന്ന് പറയും. എന്താ പറയും? സിഫത്തുകൾ. നമുക്ക് എളുപ്പം പറയാവുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള 3 അക്ഷരങ്ങൾ നോക്കാം, 3 സ്ഥലങ്ങൾ നോക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്ന് ഓയിനും ഹാവും വരും. അതിന്റെ തൊട്ട് താഴേന്ന് ഐനും ഹാവും വരും. ഏറ്റവും താഴേന്ന് എന്ത് വരും? ഹംസും ഹാവും വരും. 3 മഖ്റജ് 6 അക്ഷരങ്ങൾ വരുന്നുണ്ട്. എത്ര അക്ഷരങ്ങൾ വരുന്നുണ്ട്? അതായത് ഒരു സ്ഥലത്ത് നിന്ന് എത്ര അക്ഷരം വരും? 2 അക്ഷരം. ഹംസും ഹാവും വരുമ്പോ എന്ന് വ്യത്യാസം എന്താ? ഹംസ് വന്നാൽ കാറ്റ് വരത്തില്ല, ഹാവ് വന്നാൽ എന്ത് വരും? കാറ്റ് വരും. അപ്പൊ എന്താണ്? നമ്മൾ 2 കാര്യം പറഞ്ഞു ഇവിടെ. ഇതാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും ശരിയാക്കുക. ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോഴുള്ള നിയമങ്ങൾ അറിയണം. എന്താ പറഞ്ഞത്? എന്താ അറിയണം? നിയമങ്ങൾ അറിയണം. 3-മത്തത് കഠിനമായ പരിശീലനം. കഠിനമായ അതൊക്കെ ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. 1-മത് പറഞ്ഞ എന്താ? സ്ഥലവും സൗണ്ട് സിസ്റ്റം. ഞാൻ പറയുന്ന മലയാളം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഒന്നെന്താണ്? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇത് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. ഇത് തൊണ്ടയിൽ നിന്ന് കണക്കൂട്ടുക. ഇവിടുന്ന് എന്ത് വരും? ഹംസും വരും, ഹാവും വരും. ഇവിടുന്ന് എന്ത് വരും? ഐനും വരും, ഹാവും വരും. ഇവിടുന്ന് ഒയിനും വരും, ഹാവും വരും. അല്ലേ? ഇവിടുത്തെ അക്ഷരം എന്താണ്? ഇതെന്താണ്? ഹംസ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കാണാം. ഹംസേ ഹംസേ നീ എവിടെ? ഹൽക്കിനകത്ത് ഞാനുണ്ട്. ഹൽക്കിനകത്ത് നീ എവിടെ? ഹൽക്കിൻ താഴെ അറ്റത്ത്. ഒന്ന് പുറത്തു വരാമോ നീ? ഞാനിത വന്നു. എങ്ങനെ പറയുന്നത്? കാറ്റ് വന്നോ? ഇല്ല. അതേസമയം ഹാവ് വന്നാലോ? കാറ്റ് വരുമോ വരത്തില്ലയോ? നിങ്ങൾ പറ. കാറ്റ് വരുമോ വരത്തില്ലയോ? അപ്പം ഒരു സ്ഥലത്ത് നിന്നാണ് അക്ഷരം വരുന്നത്, പക്ഷെ വ്യത്യസ്തമായ സൗണ്ട് സിസ്റ്റമാണ്. മനസ്സിലായല്ലോ? ഉദാഹരണം പറഞ്ഞാൽ 2-മത്തെ ഐനും ഹാവും. ഏതക്ഷരം വരുമ്പോഴാണ് കാറ്റ് വരുന്നത്? ഐന് വരുമ്പോഴോ? ഞാനിവിടെ കൈവച്ചതാ, നിങ്ങൾ പറയാന്നറിയാൻ വേണ്ടിയാ. ഐന് വരുമ്പോ എന്ത് വരത്തില്ല? പതുങ്ങിയേ വരത്തുള്ളൂ. ഹാവ് വരുമ്പോ എന്ത് വരും? ഇത് ഓയിനും ഹാവും അല്ലേ? ഓയിനും ഹാവും. അറബി അക്ഷരങ്ങൾ എത്ര ഉണ്ട്? 28. ഞാൻ ഒരു ദിവസം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു ഇല്ലയോ? 28 അക്ഷരമാണ് അല്ലേ? അതിൽ 20 അക്ഷരങ്ങൾക്ക് നമുക്ക് ചിരിച്ചോണ്ട് പറയാം. എങ്ങനെ പറയാം? 8 അക്ഷരങ്ങൾ ആ ചിരി അങ്ങ് മായും. പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ. ബ, ത, സ, ജ, ഹ, ഹോ. ഹോ എന്ന് പറയുമ്പോ എന്തൊരു ഒരു ഗൗരവം വരും. കണ്ടോ? ഈ 2 അക്ഷരങ്ങൾക്ക് തൊണ്ടയുടെ എത്ര അക്ഷരങ്ങളാ? 6 അക്ഷരങ്ങൾ. 2 അക്ഷരങ്ങൾ ഗൗരവത്തിൽ വരുന്ന. ഇനി ബാക്കി എത്ര അക്ഷരമുണ്ട്? 6 അക്ഷരങ്ങളുണ്ട് വാ നിറച്ച് പറയുന്നത് അല്ലേ? ഒരുമിച്ച് നമുക്ക് പറയാം ആ അക്ഷരങ്ങളെ. എന്ത് പറയും? എന്ന് പറയും. അപ്പൊ വാ നിറച്ച് പറയുന്ന അക്ഷരങ്ങൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞത്? 8 അക്ഷരങ്ങൾ അല്ലേ? വാ നിറയ്ക്കാതെ പറയേണ്ട അക്ഷരങ്ങൾ എത്ര ഉണ്ട്? 20. അപ്പൊ 28 അക്ഷരം മനസ്സിലായില്ലയോ? ഇനി അതേപോലെ
ഷംസിയായ അക്ഷരമുണ്ട്, ഖമരിയ അക്ഷരമുണ്ട്. ഷംസിയ അക്ഷരമുണ്ട്. ഷംസിയ അക്ഷരം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പറയും? 14. എത്ര? ഖമരിയ അക്ഷരം എത്ര ഉണ്ട്? 14 അല്ലേ? ഇനി കാറ്റ് വരുന്ന അക്ഷരമുണ്ട്, കാറ്റ് വരാത്ത അക്ഷരമുണ്ട്. കാറ്റ് വരുന്ന അക്ഷരമുണ്ട്. ഫാത്തിഹയിൽ എത്ര ആയത്തുണ്ട്? 7 ആയത്ത് അല്ലേ? സൂറത്തുൽ ബഖറയിൽ എത്ര ഉണ്ട്? ബിസ്മിയിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എണ്ണി നോക്കണം. 19 അക്ഷരങ്ങൾ. എത്രയാണ്? 19 അക്ഷരങ്ങൾ. ഫാത്തിഹയിൽ മൊത്തം എത്ര അക്ഷരങ്ങളെന്ന് പറയും? 156 അക്ഷരങ്ങൾ. എത്ര അക്ഷരങ്ങളാ? ഏത്? അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്കുകൾ നമ്മുടെ കിട്ടണ്ടേ? എത്ര സൂറത്തുകളുണ്ട് മൊത്തത്തില്? 114. മാഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂടെ തുടങ്ങുന്ന എത്ര സൂറത്തുണ്ട്? 113. മിടുക്കന്മാര്, മാഷാ അല്ലാഹ്. കണ്ടോ? ഒരു സൂറത്തിൽ എന്തില്ല? ബിസ്മി ഇല്ലാത്ത സൂറത്ത് ഏതാണ്? സൂറത്ത് തൗബ. മാഷാ അല്ലാഹ്. എന്നാൽ ഒരു ബിസ്മി ഇടയ്ക്ക് വന്ന ഒരു സൂറത്തുണ്ട്. അത് ഏത് സൂറത്താ? സൂറത്തുൻ നംല്. ഏത് സൂറത്താ? നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടാ. അതിൽപ്പെടുന്നതാണ് ഏത്? അലിഫ്. അപ്പൊ അറബി അക്ഷരങ്ങൾ എത്ര ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? 28. അതില് 3 തരമായിട്ട് തിരിക്കും. അറബി അക്ഷരങ്ങളെ 3 തരമായിട്ട്. ഒന്ന് മദ്ദില്ലാത്ത അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാ മദ്ദില്ലാത്ത അക്ഷരങ്ങള്, മീഡിയം മദ്ദുള്ളത്, ഓവർ മദ്ദുള്ളത്. എന്തൊക്കെയാ പറഞ്ഞത്? മീഡിയം മദ്ദുള്ളത്. ഒന്നോ മദ്ദില്ല. മദ്ദില്ലാത്ത ഒരേ ഒരു അക്ഷരം അറബിയിലുള്ളൂ. അത് ഏതാന്ന് പറയാം? മദ്ദില്ലാത്ത ഒരേ ഒരു അക്ഷരം അലിഫ്. ഏതാണ്? ഏതക്ഷരാ? ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും കുറഞ്ഞ മദ് വരും. കുറഞ്ഞ മദ് ഒരു ഉച്ചാരണത്തിൽ വരും. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാ ഓവർ മദ്ദുള്ള അക്ഷരങ്ങളും ഉണ്ട് അല്ലേ? തീരെ മദ്ദില്ലാത്ത അക്ഷരം ഏതാന്നാ ഞാൻ പറഞ്ഞത്? അത് നമുക്ക് ഫാത്തിഹ കഴിഞ്ഞാൽ നമുക്ക് ഓതുമ്പോൾ മനസ്സിലാവും. ഫാത്തിഹ കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്ത് ഏതാ? സൂറത്തുൽ ബഖറ അല്ലേ? അത് തുടങ്ങുന്നത് എങ്ങനെയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എങ്ങനെ തുടങ്ങും? അലിഫ് ലാം മീം. അപ്പം ഒന്നാമത്തെ അക്ഷരം എന്തുവാ? ഇനി നമുക്ക് പഠിക്കേണ്ട കുറെ അക്ഷരങ്ങളുണ്ട്. എങ്ങനെയാണെന്നറിയോ? അള്ളാഹു പേര് വിളിച്ച അക്ഷരങ്ങൾ. എന്തുവാ? അള്ളാഹു പേര് വിളിച്ച് തുടങ്ങിയ അക്ഷരങ്ങൾ നമുക്കറിയണം. സൂറത്തിന്റെ തലയ്ക്കൽ കാണും. ഏതൊക്കെയാ നമുക്കറിയാമല്ലോ. ഇപ്പൊ 3 അക്ഷരം പറഞ്ഞില്ലേ? ഏതൊക്കെയാ? അലിഫ് ലാം മീം അല്ലേ? ഇനിയിപ്പോ പറഞ്ഞ അള്ളാഹുത്തിന്റെ പേര് വിളിച്ച അക്ഷരങ്ങളിൽ പെടുന്നതാണ്. നോക്കിക്കോ. ഇതെന്തുവാ? ഹയ്യുൻ തഹറ. എന്താണ്? ഇതിനകത്ത് ഇതെല്ലാം അള്ളാഹ് പേര് വിളിച്ച അക്ഷരങ്ങളാ. ഏത്? ഹമീം അല്ലേ? ഹ വന്നില്ലയോ? യാസീൻ. യാ വന്നില്ലയോ? ത്വഹ. ത വന്നില്ലയോ? ഹ വന്നില്ലേ? റോ. അലിഫ് ലാം റോ. അള്ളാഹ് പേര് വിളിച്ച അക്ഷരങ്ങളല്ലയോ? അപ്പൊ ഒന്നാമത്തെ എങ്ങനെ? ഏത് സെക്ഷനാണ് വരുന്നത്? മദ്ദില്ലാത്ത അക്ഷരം. ഏതക്ഷരം മദ്ദില്ലാത്തത്? ഏതാണ്? അലിഫ്. രണ്ടാമത്തത് എന്താണ്? എങ്ങനെ? മീഡിയം മദ്. മീഡിയം മദ് എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയം മദ്. അങ്ങനെ പറയണം. കൂടുതലും അല്ല, എന്നാ കുറയ്ക്കാനും പാടില്ല. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ. അതിനെന്ത് പറയും? അറബിയിൽ എന്ത് പറയും? അസ്ലിയായ മദ് എന്ന് പറയും. എന്ത് പറയും? അസ്ലിയായ മദ്. ഫാത്തിഹയിൽ കുറെ അസ്ലിയായ മദ്ദുണ്ട്. ഇയ്യാക്ക അസ്ലിയായ മദ്ദ. അവിടെ ഇയ്യക്ക എന്ന് പറയുമോ? ഇയ്യാക്ക എന്ന് നീട്ടുവോ? പറ്റുവോ? നീട്ടത്തില്ല. അപ്പൊ എന്ത് മദ്ദാണത്? അസ്ലിയായ മദ്. അസ്ലിയായ മദ്ദിന് ഉദാഹരണം നമുക്ക് മലയാളം പറഞ്ഞാൽ പോലും ശരിയാവാത്ത കുറെ പദങ്ങൾ കാണിച്ചു തരാം. ഇതെന്താ സാധനം? ഒത്തിരി അങ്ങ് നീട്ടി നോക്കേ.
മൂക്ക് എന്ന് പറയുവോ? ഒട്ടും നീട്ടാന്ന് പറഞ്ഞേ മുക്ക് എന്ന് പറയോ? പറയോ? അപ്പൊ എന്താണ്? മീഡിയം മദ്ദായില്ലയോ? ഇതെന്താ? നാക്ക്. ഒത്തിരി നീട്ടി നോക്കെ. നാക്ക് എന്ന് പറയത്തില്ല, നക്കെന്ന് പറയോ? പറയോ? ഇതെന്താ സാധനം? താടി. താടി ഒത്തിരി നീട്ടി നോക്കെ. ഒറ്റ നീട്ടാ പറഞ്ഞേ തടി. തടി എന്ന് പറയത്തില്ല, താടി എന്ന് നീട്ടത്തില്ല. അപ്പൊ എന്ത് മദ്ദാണത്? അസ്ലിയ മദ്, മീഡിയം മദ് അല്ലേ? മനസ്സിലായില്ലേ മക്കളെ? ഇനി നമുക്ക് ഓവർ മദ്ദുകളെ കുറിച്ച് അറിയാം.